ഹായ്, ഇഡ്ഡലി ഉണ്ടാക്കുമോ? അത്ര പെർഫെക്റ്റ് ആയിട്ട് വരാറില്ല എന്ന് തോന്നാറുണ്ടോ? എന്നാൽ നമുക്ക് ഈ റെസിപ്പി നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ആദ്യമായിട്ട് കുക്കിംഗ് ഒക്കെ തുടങ്ങുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഇത്. പലപ്പോഴും ആദ്യമായിട്ട് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ നന്നാവാത്ത ഒരു ഐറ്റമാണ് നമ്മുടെ ഇഡ്ഡലി. പക്ഷേ ഈ റെസിപ്പി ഫോളോ ചെയ്ത് നോക്ക്, ഇത് വളരെ എളുപ്പമാണ്. എസ്പെഷ്യലി പുറത്തൊക്കെ പോയി ജീവിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ഇഡ്ഡലിക്ക് വേണ്ടിയുള്ള അരി ഏതാ എന്ന് കണ്ടുപിടിക്കാനും കുറച്ച് കഷ്ടപ്പാടുണ്ടാവാറുണ്ട്. ഇത് ഏത് അരിയാണ്, എങ്ങനെ ഇരിക്കും ഇത് കാണാൻ, അതൊക്കെ അറിഞ്ഞ് കിട്ടാനൊക്കെ കുറച്ച് സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ഞാൻ കാണിക്കാൻ പോണത് നമ്മുടെ എവിടെ പോയാലും മിക്ക ഇന്ത്യൻ സ്റ്റോഴ്സിൽ ഉണ്ടാകുന്ന ഐറ്റംസ് വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. അതുമല്ല നമ്മുടെ ഓർഡിനറി മിക്സിയിൽ വെച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റിയ ബാറ്ററാണ്. അരിയൊക്കെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ബ്ലെൻഡർ അല്ലെങ്കിൽ അത് വേഗം ചീത്തായി പോകും. നിങ്ങളപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് ഇഡ്ഡലി എപ്പോഴും ഉണ്ടാക്കാറുള്ളവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല റിസൾട്ട്സ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നത് പാർബോയിൽഡ് റൈസ് അല്ലെങ്കിൽ ഉണക്കലരി, പിന്നെ ഉഴുന്ന്, പിന്നെ ഇടയ്ക്ക് ചോറ് ചേർക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ നോർമലായിട്ടുള്ള ഇഡ്ഡലി ബാറ്റർക്ക് വേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് വെളുത്ത അവല്, നമ്മുടെ വൈറ്റ് പ്രസ്ഡ് പോഹ എന്നും പറഞ്ഞിട്ട് എല്ലായിടത്തും കിട്ടുന്നതാണ്. വെള്ള അവലാണത്. പിന്നെ ഇഡ്ഡലി റവ എന്നും പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന റവ പോലെ തന്നെ ഇരിക്കുന്ന ഇഡ്ഡലിക്ക് വേണ്ടിയുള്ള അരി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവയല്ല, ഡിഫറെൻ്റ് ആണ്. ഇഡ്ഡലി റവ എന്ന് പറഞ്ഞത് റൈസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ആ റൈസ് നല്ല ഫൈനലി ഗ്രൈൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഉഴുന്ന് വേണം നമ്മുടെ ഇഡ്ഡലിക്ക്. അപ്പം നമ്മൾ 3 ഐറ്റംസ് ആണ് ഉപയോഗിക്കുന്നത്. ഏത്? ഇഡ്ഡലി റവ, വെളുത്തവലും ഉഴുന്നും. ഈ 3 ഐറ്റംസ് ആണ് ഉപയോഗിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ഇഡ്ഡലി. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്ക് തലേന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവണം. കാരണം ഇതൊക്കെ സോക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ മിക്കപ്പോഴും പകല് സമയം എപ്പോഴെങ്കിലും ഇത് സോക്ക് ചെയ്ത് വെക്കും, വൈകുന്നേരം ഗ്രൈൻഡ് ചെയ്ത് വെക്കും. അപ്പോൾ അടുത്ത രാവിലെ നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് 1 കപ്പ് വെളുത്തവല് അല്ലെങ്കിൽ പ്രസ്ഡ് അല്ലെങ്കിൽ ബീറ്റൺ റൈസ് അല്ലെങ്കിൽ പോഹ, 1 കപ്പ് ഉഴുന്ന്, 2 കപ്പ് ഇഡ്ഡലി റവ എടുക്കുക. ഇഡ്ഡലി റവ ഫ്ലവർ എന്നും പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ നമ്മളുടെ ഇഡ്ഡലി മാവ് ഉണ്ടാക്കി വെക്കുമ്പോൾ ഒരു കൺസിഡർ ചെയ്യാനുള്ള ഫാക്ടർ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ക്ലൈമറ്റും കൂടിയാണ്. വളരെ തണുപ്പുള്ള സ്ഥലത്താണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഇത്രയും സമയം പോരാ, കുറച്ചും കൂടി കൂടുതൽ നേരം റൈസിങ് ടൈം വേണം. അതുപോലെ അതിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഓവൻ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓവൻ ഒന്ന് ഓണാക്കിയിട്ട് ഈ ബാറ്റർ റെഡി ആയതിനു ശേഷം നമുക്ക് ഈ ബാറ്ററി ഓവനിലേക്ക് വെക്കാം. എന്നിട്ട് ഓവൻ ഓഫ് ആക്കണം. എന്നിട്ട് ആ ബാക്കി നിൽക്കുന്ന ചൂടിൽ നിന്ന് രാത്രി വെച്ചാൽ ഇതുപോലെ റൈസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. ഞാൻ ചെയ്യുന്ന സമയം അനുസരിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇതൊരു ഗൈഡ് ലൈനായിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് എപ്പോഴാണ് ഇഡ്ഡലി ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് സമയം മാറ്റാം. അപ്പോൾ 2 മീഡിയം സൈസ് ബൗൾ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ബൗളിലേക്ക് നമ്മുടെ 2 കപ്പ് ഇഡ്ഡലിയുടെ റവ, കണ്ടില്ലേ, റവ പോലെ തന്നെ ഇരിക്കും, പക്ഷെ കുറച്ചും കൂടി വെളുത്തിട്ടാണ് സാധാരണ ഇരിക്കുന്നത്. മറ്റേ ബൗളിൽ നമുക്ക് നമ്മുടെ വെളുത്ത അവല്, പോഹ അല്ലെങ്കിൽ പ്രസ്ഡ് റൈസ്, ഇതൊരു കപ്പ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഉഴുന്നാണ്. 1 കപ്പ് ഉഴുന്ന് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് ആ ബൗളിലേക്ക് ആഡ് ചെയ്യാം. ഒരു 5-6 ടൈംസ് നല്ലോണം കഴുകണം. നല്ല ഉഴുന്നാണെങ്കിൽ നന്നായി പതിഞ്ഞു വരും. അത് കണ്ടു പേടിക്കൊന്നും വേണ്ട, അത് നോർമലാണ്. നല്ലോണം കഴുകിയതിന് ശേഷം നമുക്ക് ഈ അവലിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ കഴുകിയ ഉഴുന്ന് മാത്രം ഞാൻ കൈ കൊണ്ടെടുത്തിട്ട് ഈ അവലിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് നിറയെ ഫ്രഷ് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു 6 to 7 hours മാറ്റി വയ്ക്കാം. ഇനി ഗ്രൈൻഡ് ചെയ്യാൻ സമയമാകുമ്പോൾ നമുക്കിത് എടുത്തിട്ട് നമ്മുടെ മിക്സിയിലേക്ക് ഇടാം. നമുക്ക് വെറ്റ് ഗ്രൈൻഡറും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇന്നിവിടെ സാധാരണ ഒരു മിക്സിയാണ് ഉപയോഗിക്കുന്നത്. നല്ല പവറുള്ള മിക്സി ആയിരിക്കണം, അല്ലെങ്കിൽ വേഗം ചീത്താവും നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കുമ്പോൾ. അപ്പോൾ
അപ്പോൾ ആദ്യം നമ്മുടെ അവലും ഉഴുന്നും കൂടിയുള്ള ആ ബൗളിൽ നിന്ന് കൈകൊണ്ടെടുത്ത് വെള്ളം ഇല്ലാണ്ട് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത്. പകുതി ഭാഗം മിക്സിയിൽ നമ്മുടെ ഉഴുന്നും അവലും കൂടി ഉള്ള മിക്സ്ചർ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ മറ്റേ ബൗളിൽ നിന്ന് ഞാൻ ഇഡ്ഡലി റവ കോരി ഇതിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മിക്സിയുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് എടുത്തിട്ട് ശകലം വെള്ളം ഒഴിച്ചെടുക്കാം. ഒരുപാട് കൂടുതലൊന്നും ഒഴിക്കണ്ട, ആ സോക്ക് ചെയ്ത വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും അത്രയും വെള്ളം മതിയോ, ഇല്ലെങ്കിൽ മാത്രം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ലൊരു സ്മൂത്ത് ബാറ്ററാക്കി ഇതൊരു 2-3 ബാച്ചായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ബ്ലെൻഡറിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് ആ മിക്സിയുടെ സൗണ്ട് ഒരുപാട് ശക്തി കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. പക്ഷെ ആ വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും കൂടാണ്ടിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ബാറ്റർ നല്ല സ്മൂത്തായിട്ട് എടുക്കണം. കണ്ടില്ലേ, കൈ വെച്ച് നമ്മൾ ഇങ്ങനെ അത് ഫീൽ ചെയ്ത് നോക്കുമ്പോൾ അറിയാം സ്മൂത്തായിട്ടുണ്ടോയെന്ന്. അതിപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഒന്ന് തൊട്ട് നോക്കണം അതിൻ്റെ ആ ഗ്രെയിൻസ് കുറഞ്ഞു വരുന്നുണ്ടോയെന്ന്. ആക്ച്വലി നമ്മുടെ ഇഡ്ഡലിയുടെ ബാറ്ററിന് കൈയിൻ്റെ ചൂട് കൊള്ളണത് നല്ലതാണെന്നാണ് പറയുന്നത്, അതിൻ്റെ ആ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് കൂടുതൽ നന്നാവാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമ്മുടെ ബാറ്ററി പൊക്കി ഒഴിക്കുമ്പോൾ ഇതുപോലൊരു ചെറിയ ലൈൻ വീഴണം, പക്ഷെ ആ ലൈൻ അപ്പം തന്നെ കാണാത്താവണം. കട്ടിയായിട്ട് നിൽക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം വെള്ളം പോരാന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന സ്പാച്ചുല നന്നായിട്ട് ഇതുപോലെ ബാറ്റർ കോട്ട് ചെയ്ത് നിൽക്കണം. അതിൻ്റെ നടുക്ക് കൂടി വിരൽ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ ഒരു ലൈൻ ഉണ്ടാവണം. ആ ലൈന് ബാറ്റർ കൊണ്ട് മിക്സായി പോകരുത്, ഇതുപോലെ തന്നെ ക്ലിയർ ആയി നിൽക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ശരിക്കും കറക്റ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള വിദ്യകൾ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഹൈറ്റുള്ളൊരു കണ്ടെയ്നറിലേക്ക് കയറ്റി വയ്ക്കാം. ഞാൻ ഈ ഹൈറ്റുള്ള കണ്ടെയ്നർ ആണെങ്കിലും ഞാൻ ഇതൊരു പ്ലാസ്റ്റിക് ബേസിനിൽ ഇറക്കി വെക്കാറുണ്ട്. കാരണം ചില ദിവസങ്ങളിൽ ഇത്തിരി ചൂട് കൂടുതലുള്ള രാത്രികൾ ഇതുപോലെ നന്നായി പൊങ്ങിപ്പോവാറുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി തീരെ വേസ്റ്റ് ആവാണ്ട് മുഴുവൻ ഉപയോഗിക്കാൻ പറ്റും. ആ താഴെ ഒരു ബേസിൻ ഉണ്ടെങ്കിൽ അതിലത്തെയും കൂടി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ വേവിക്കുന്ന പോലത്തെ വലിയ ചെമ്പിൽ നമുക്ക് ഈ ഇഡ്ഡലി ബാറ്ററി രാത്രി വയ്ക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി സ്റ്റീം ചെയ്യാം. നമ്മുടെ ഇഡ്ഡലി റാക്ക് പാകാവുന്ന ഒരു വലിയ ചെമ്പോ അല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പോ അതിൽ വെള്ളം തിളപ്പിക്കണം. ആദ്യം നമ്മുടെ റാക്കൊന്ന് മുക്കി നോക്കണം. അപ്പോൾ ആ കറക്റ്റ് ലെവൽ മനസ്സിലാവും എത്ര വെള്ളം തിളപ്പിക്കാൻ പറ്റും. ഈ റാക്കിൻ്റെ താഴെ ഏറ്റവും താഴത്തെ ലെവൽ മുട്ടരുത്, അതിൻ്റെ താഴെ നിൽക്കണം വെള്ളം. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി റാക്ക് ഒന്നും എണ്ണ തടവി കൊടുക്കാം. വളരെ ലൈറ്റായിട്ട് മതി, ഇത് ഇഡ്ഡലി പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ബാറ്റർ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. താഴത്തു നിന്ന് തന്നെ ആ പദമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. 2-3 പ്രാവശ്യം നന്നായി ഇളക്കി കഴിയുമ്പോൾ നല്ലൊരു ബാറ്ററായി കിട്ടും. ഇനി ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഇഡ്ഡലിയുടെ റിങ്ങിൻ്റെ വട്ടത്തിൻ്റെ താഴെ തന്നെ നിൽക്കണം, അത്രയും ഒഴിച്ചാൽ മതി. അപ്പം നല്ല നീറ്റായിട്ടുള്ള ഇഡ്ഡലി കിട്ടും. ഇതുപോലെ നമുക്ക് എല്ലാ തട്ടും ഇതുപോലെ നിറച്ച് കൊടുക്കാം. ഇതുപോലത്തെ ഇഡ്ഡലി തട്ട് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ഹോൾസിൻ്റെ പൊസിഷനാണ്. ഇത് സ്റ്റീം ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഹോൾസ് അവർ പ്ലേസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഇഡ്ഡലി മാവ് താഴത്തെ ഇഡ്ഡലിയുടെ മുകളിലായിട്ട് കൺസിഡർ ചെയ്യാനുള്ള ഫാക്ടർ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ക്ലൈമറ്റും കൂടിയാണ്. അങ്ങനെ നമ്മുടെ എല്ലാ തട്ടും നമുക്ക് ഇതേപോലെ നിറച്ച് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ, അതിലേക്ക് താഴ്ത്തി കൊടുക്കാം. ഇപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഇഡ്ഡലി തട്ട് വെച്ച് താഴ്ത്തിയതിന് ശേഷം നമുക്ക് മീഡിയം ഹീറ്റ് ആക്കാം. അതിനുശേഷം നല്ല ടൈറ്റായിട്ടുള്ള മൂടി വെച്ച് മൂടി 7-8 മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. ഈ ഹീറ്റ് ഓഫ് ആക്കിയതിന് ശേഷം ഞാൻ ആ ചെമ്പിൽ തന്നെ ഒരു മിനിറ്റോളം ചൂടാറാൻ വെക്കാറുണ്ട്. നല്ല ചൂടായിരിക്കും.
ഇത് പുറത്ത് വെച്ചതിന് ശേഷം ഞാൻ 1 മിനിറ്റ് മാറ്റി വെക്കാറുണ്ട്. അപ്പം നല്ല എളുപ്പത്തിൽ കിട്ടും. അപ്പം തന്നെ എടുക്കാൻ നോക്കണേക്കാളും. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് വെള്ളം മുക്കി, സ്പൂൺ ഇതൊരു വിദ്യയാണ് വേഗം കിട്ടാൻ വേണ്ടിയിട്ട്. സ്പൂണ് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ കോരി എടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് ഇത് പോരും. കണ്ട തീരെ തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റ്, നല്ല സ്പോഞ്ച് പോലത്തെ നല്ല വെളുത്ത ഇഡ്ഡലി തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവ് ആവശ്യമനുസരിച്ച് എടുക്കാം. ബാക്കിയുള്ള മാവ് നമുക്ക് ഫ്രിഡ്ജിൽ ഉപയോഗിക്കാം. സ്റ്റീം ചെയ്യണതിന് മുമ്പ് നമുക്കത് കുറച്ച് നേരം പുറത്ത് വെച്ചിരിക്കണം. ബാക്കിയുള്ള ഇഡ്ഡലി വെച്ച് ഇതുപോലെ ഇഡ്ഡലി മഞ്ചൂരിയൻ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് പിന്നെയും വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന. നമുക്ക് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് കപ്പില്ലേ വീട്ടിൽ കുടിക്കാൻ, കാപ്പി കുടിക്കാൻ. വൈകുന്നേരം കാപ്പി, രാവിലത്തെ ചായ. ഇതാണ് കേട്ടോ എൻ്റെ കപ്പ്, എൻ്റെ മാമ കപ്പ്. ഒരുപാട് വർഷമായിട്ട് ഞാൻ എപ്പോഴും ഇതിലേ കുടിക്കാറുള്ളൂ. പിന്നെ ഇതാണ് എൻ്റെ മൂത്ത മോള് സൈറയുടെ കപ്പ്. അവർ കൂടുതലും മൈലോ ആണ് കുടിക്കാറ്, ചോക്ലേറ്റ് മിൽക്ക്. അവർ ചായയും കാപ്പിയും ഒന്നും അധികം കുടിക്കാറില്ല. പിന്നെ ഇതാണ് ഇളയ മോള് നോറീൻ്റെ കപ്പ്. പിന്നെ ഒരാളും കൂടി ഉണ്ട്, ഇപ്പൊ കൊണ്ടുവരാം കേട്ടോ. ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കപ്പ്. രാവിലെ മൂപ്പര് ഗ്രീൻ ടീ ആണ് ഇപ്പോൾ കുടിക്കാറ്. പിന്നെ ചായ ഭയങ്കര ഇഷ്ടമാണ്, ഇടയ്ക്കിടയ്ക്ക് ചായ വേണം. അപ്പോൾ ഇതാണ് ഞങ്ങൾ 4 പേരും. നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ എല്ലാവരെയും കാണിക്കണമെന്ന്. ഞാൻ പറ്റുമ്പോൾ കാണിക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ മക്കൾ റെഡി ആയിട്ടില്ല. അവർ കുറച്ച് ഷൈ ആണ്, അവർക്ക് വരണ്ടെന്നാണ് പറയുന്നത് ക്യാമറയിൽ. എന്നാലും എന്തെങ്കിലും കാണിക്കാം. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. ബൈ.